ശാലി ഒന്ന് പിടിച്ചേ. തായിലല്ലേ ഞാൻ കൊടുത്തയാന്നേ, ഇനി മോളിലേ കൊടുക്കാനല്ലോ. ഒന്ന് കൊടുക്കണേ. ആ ശാലിനി, ശാന്തമായിക്കോ ചായ കൊടുത്തേ. കത്തിയടിച്ച് തൊണ്ട പണിയായിട്ടുണ്ടോ? എനക്കൊന്നും വേണ്ട എൻ്റെ ചായ. ആരാണോ ഈ പിരാന്തത്തിൻ്റെ അടുത്തൊക്കെ ചായ കൊടുത്തയച്ചിന്? ഇത് ഞാൻ ചെയ്യാം. ചായ എടുക്കുന്നില്ലേ? ഇല്ല, നീ കൊടുത്തു. ശാലി, ആ പാലം നോക്കണേ. ആ ശാലിനി, ആ ഈ ആളുകളുടെ കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കാനാ? പാവേ ചേച്ചി ഇവിടെ ഇരുന്നോ? ആ ശാലിനി, ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? എന്റെ സാരി മൊത്തം ചാറലായിട്ടുണ്ട്. ഞാൻ കഴുകിട്ടേ വരെ. കുഞ്ഞിനും തന്നിട്ട് ഓളവിടെ പോയേ? ബാത്റൂമിൽ പോയിനി. പരാതോളയമ്മ കുഞ്ഞിനെ കൊടുത്താലേ കുഞ്ഞിക്ക് കേടാന്ന്, കണ്ണ് തട്ടു. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഒഴിഞ്ഞിട്ടാൽ മതി, കണ്ണ് കിട്ടൂല. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ഷുക്കൂറിൻ്റെ ഉള്ള അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്, അങ്ങോട്ട് വയ്ക്കോ. ഇക്ക പറയലുണ്ട് നിങ്ങളെ കാര്യമല്ലോ. ആൾക്കാർ പറയുന്നൊന്നും കാര്യമാക്കണ്ടപ്പ, അതിൽ അസൂയ കൊണ്ട് പറയുന്നല്ലേ. ഇപ്പം അല്ലെങ്കിൽ കടിച്ചു വിളിക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളായ ഒന്നും നടക്കൂല. പിന്നെ ഈറ്റിങ്ങളെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇരട്ടപ്പഴാ ഇനി അതും തിന്നിട്ട് ഇരട്ട പറ്റി വേണം നിന്റെ വാപ്പാന്റെ വായിന്ന് കേൾക്കാൻ. ആ അത് ശാലിനിക്ക് തന്നെ കൊടുക്ക്, ഒക്കെ അതിന്റെ ആവശ്യം. അതന്നെ, ഇരട്ടയില്ലെങ്കിലും ഒന്നെങ്കിലും ആവട്ടെ. അല്ല, ഇങ്ങനത്തിന് ഓളെ വെറുതെ മക്കാറാക്കുന്നിങ്ങനെ. ഓള് പറഞ്ഞ നേരാകുമ്പോ ഓള് പെറും അല്ലേ മോളെ? എന്തെവിടെ ഇരിക്കുന്നത്? എനിക്കെന്താ പറ്റിയേ? നകുലേട്ടാ, ഇനി ഒരു പരിപാടിക്കും എഴുന്നള്ളിക്കാൻ നോക്കണ്ട, ഞാൻ വരില്ല. എടി എന്താ ഉണ്ടായെന്ന് പറ. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയൂല? എന്തേ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ? നിങ്ങളോടില്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടി, ആൾക്കാർ ചോദിച്ചാൽ നീ എന്തിനാ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്? നിനക്ക് കൊള്ളൂന്ന് അറിയുന്നുണ്ടല്ലോ ഒരു പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതങ്ങ് മനസ്സിലാക്കിയ പോരെ. ഓ, അപ്പൊ ഞാൻ മനസ്സിലാക്കാത്താന്നല്ലേ പ്രശ്നം? നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നാടാക്കിയിട്ട് നിങ്ങളെ പാട്ടിന് പോയില്ലേ? എടി, എനിക്കവിടെ പണിയുണ്ടായിട്ടല്ലേ. നിങ്ങളുടെ പണിയും നോക്കിയിട്ട് നടന്നു. അവിടെ ബാക്കിയുള്ളവർ വായിലിരിക്കുന്ന എല്ലാം കേട്ടത് ഞാൻ തന്നെയല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണ്ട? പറഞ്ഞോടത്തല്ലേ ഞാൻ തിരിച്ചെന്ന് പോയി പറയണോ? വേണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളില്ലേ, ഒരു കാര്യം ചെയ്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കെട്ടിക്കോ. എനിക്ക് മടുത്തു. നീ ഏട്ടൻ ഉണ്ടാക്കി വെച്ചല്ലേ, എന്താ ചേച്ചി, എനിക്ക് മടുത്തു.
അമ്മേ ചായ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഓളല്ലേ അവിടെ ചായ വെച്ചത്? നിങ്ങൾ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഈ എന്നെ കൊടുത്താൽ മതി. വിട്ടുകളാം. ഇരിക്ക്. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനാ വെറുതെ? നമുക്ക് കുഞ്ഞൊന്നും വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് മടുത്തടാ. വീട്ടിലാണെങ്കിൽ കയറാനും തോന്നുന്നില്ല. ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? പുതിയതൊന്നല്ല, പഴയ തന്നെ. നാട്ടുകാർ ചോദിക്കുന്നതിന് കണക്കായിട്ട് ഓള് കരഞ്ഞങ്ങ് വലിക്കും. അമ്മയാണെങ്കിൽ അതിനും അപ്പുറം. രണ്ടിനും ഇടയിൽ കിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. ഈനൊരു ചാർട്ടുണ്ട്, ഈ അത് കണ്ടിന്യൂ. ചാർട്ടാ? എന്ത് ചാർട്ട്? എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഗർഭമാവുന്നതും ആവാത്തതുമായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിനൊരു ചാർട്ടും ഉണ്ട്. അതായത് അല്ല, ഇതിന്റെ അകത്ത് ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരിയിലേ നടക്കൂ. എന്തിനാണ് സന്തോഷേ? അല്ല, ഇനി ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ അടിപൊളി. ഗൾഫിൽ നമ്മൾ ചെങ്ങായിയാണ് ഇത് കാണിച്ചു തന്നത്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നാട്ടില്. പെട്ടെന്ന് പിടിക്കാൻ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ ഓൻ നെറ്റിന്ന് എടുത്തു തന്നത്. ദാ ഇതിൽ ചുവന്ന കളറിൽ കാണിക്കുന്ന കണ്ട ഈ ദിവസങ്ങളിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാ. ഈ ചോപ്പിൽ തന്നെ 14-ാമത്തെ ദിവസം കട്ടിച്ചോപ്പ് കാണിക്കുന്ന കണ്ട ഈ ദിവസം നഗല ഫുൾ സയൻസാ. ഇനി ആദ്യം ഓൾഡ് ഡേറ്റ് കൃത്യം ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കാൻ മോനെ. ഇന്റെ പ്രശ്നം സോൾവ്. അയ്യോ ശുക്രേ, എനക്കോ ഇക്കട്ടെ, ഗുണമുള്ള കാര്യമാണ്. നീ ആ ചാർട്ടില് പച്ച കളറിൽ കാണിക്കുന്നത് കണ്ട? സേഫ് പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? ആ പീരീഡിൽ പിടിച്ച 3 ഇപ്പം വീട്ടിൽ തേരാപ്പല നടക്കുന്നത്. ഇപ്പോളായിട്ടുള്ളത് പച്ച. നീ റെയർ പീസലടാ. റെഡ് ആറിട്ട് സുക്കൂർ. ശുക്രേ, ഈ ആ ചാട്ട എൻ്റെ കഴിച്ചാട്ടെ, ഓക്കൊന്ന് കാണിച്ചു കൊടുക്കാലേ. സെന്റ്